പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കൂളംസ് ലോ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു ഇൻസുലേറ്ററായിട്ടുള്ള മെറ്റീരിയലിനെ എങ്ങനെ ചാർജ് ചെയ്യാം, ഫ്രിക്ഷൻ വഴി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെറ്റാലിക് കണ്ടക്ടറിനെ ചാർജ് ചെയ്യുന്നത്. നമുക്കറിയാം മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് വ്യത്യാസമുണ്ട്. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പൊതുവേ മെറ്റൽസിൻ്റെ ആറ്റംസ് വലിപ്പം കൂടിയതാണ്. അതുകൊണ്ട് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ന്യൂക്ലിയസിൻ്റെ കഴിവ് കുറവാണ്. വളരെ ഡിസ്റ്റൻസ് വരുന്നതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു നോൺ മെറ്റൽസ്. ഇൻസുലേറ്റേഴ്സുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോഴും അതിനേക്കാളും വളരെയധികം കുറവാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺസ്. അതുകൊണ്ട് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ മെറ്റൽസാണ് പൊതുവെ കണ്ടക്ടേഴ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കണ്ടക്ടേഴ്സ് മെറ്റൽസ് മാത്രമല്ല, ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടറായിട്ട് കണക്കാക്കാം, എർത്ത് ഒരു കണ്ടക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുണ്ട്. മെറ്റൽസ് പ്രത്യേകിച്ചും ഒരു മെറ്റൽ എന്ന് പറയുന്നത് താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ സമുദ്രത്താൽ ചുറ്റപ്പെട്ട പോസിറ്റീവ് ചാർജുകളുടെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ മെറ്റൽസിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് അടുത്ത ആറ്റത്തിൻ്റെ ഓർബിറ്റൽസിലേക്ക് ഈസിയായിട്ട് ഇലക്ട്രോൺസിനെ പാസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ പോകാവുന്നതുകൊണ്ട് പുറമേ നിന്നൊരു ഫീൽഡ് വരികയാണെങ്കിൽ, ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ, വേറെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരികയാണെങ്കിൽ ഇലക്ട്രോൺസിനെ ഈസിയായിട്ട് മൂവ് ചെയ്യാം. എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെയുള്ള മെറ്റൽസിലെ ഇലക്ട്രോൺസ് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കേസിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാം, ഒരു മെറ്റലിനെ നമുക്ക് ഇതുപോലെ ഉരസിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരാം. അപ്പോൾ ഇതൊരു മെറ്റലാണ്, നമ്മൾ പിടിച്ച് ഇതിനെ ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരാം. പക്ഷേ നമ്മളങ്ങനെ ഉരസുകയാണെങ്കിൽ ഇതിൽ ചാർജ് നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇതാണ്, ഇതിൽ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്താലും ആ ചാർജസ് നമ്മുടെ ഹ്യൂമൻ ബോഡി കണ്ടക്ടറാണ്, അതിലൂടെ എർത്തിലേക്ക് ഫ്ലോ ചെയ്തു പോകും. അതുകൊണ്ട് ചാർജ് ഉണ്ടായാലും ഇതിൽ നിലനിൽക്കുകയില്ല. അതല്ലെങ്കിൽ ഇത് ഒരു ഇൻസുലേറ്റർ ക്ലോത്ത് കൊണ്ട് എന്തെങ്കിലും പിടിച്ചിട്ട് റബ്ബ് ചെയ്യിച്ച് ചാർജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതേസമയത്ത് നമ്മൾ ഇൻസുലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ എവണൈറ്റ് റോഡ്, ഗ്ലാസ് റോഡൊക്കെ ആണെങ്കിൽ ഫ്രിക്ഷൻ മൂലം നമ്മൾ അതിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എവിടെയാണോ ചാർജ് ഫോം ചെയ്യുന്നത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു കണ്ടക്ടറിൽ ഏതെങ്കിലും ഭാഗത്ത് ചാർജ് ഉണ്ടെങ്കിൽ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കണക്കാക്കാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ, ഒരു മെറ്റാലിക് സ്ഫിയർ അല്ലെങ്കിൽ രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സ് എങ്ങനെയാണ് ഇൻഡക്ഷൻ മുഖാന്തരം ചാർജ് ചെയ്യുന്നതാണ്. ഇൻഡക്ഷൻ മീൻസ് ചാർജിങ് എ ബോഡി, ഇൻഡക്ഷൻ മീൻസ് ചാർജിങ് എ ബോഡി വിത്തൗട്ട് കോണ്ടാക്ട് വിത്ത് ഇറ്റ്. ഇവിടെ നോക്കുക, പോസിറ്റീവ് ചാർജായിട്ടുള്ള ഒരു റോഡ്, ഗ്ലാസ് റോഡാകാം, അത് ഒരു മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക്, രണ്ട് മെറ്റൽ സ്ഫിയേഴ്സ് ഇതുപോലെ കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുന്നു. അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള പില്ലറിലാണ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സ് പരസ്പരം ടച്ച് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വശത്തേക്ക്, പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് പോകുന്ന ഭാഗം പോസിറ്റീവായി തുടങ്ങും. ഇനി ഇവിടെ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഫർദർ ഇലക്ട്രോൺസിൻ്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിനെ അത് റിപ്പൽ ചെയ്ത് തടയുന്നതാണ്. അതുകൊണ്ട് ഒരു ഇക്വിലിബ്രിയം വരുന്നവരെ ഇതുപോലെ താൽക്കാലികമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പിന്നെ അത് സ്റ്റേഷനറി ആയിട്ട് ഇവിടെ നിൽക്കുന്നതായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജും ആയിരിക്കും. അങ്ങനെ ഇതുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ സമീപം പോസിറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഈ സന്ദർഭത്തിൽ ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് എങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന മെറ്റൽ സ്ഫിയർ ഇതിൽ പിടിക്കാൻ പാടില്ല, ഇവിടെ പിടിച്ച് സ്വല്പം മാറ്റുകയാണെങ്കിൽ, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും നെഗറ്റീവും പോസിറ്റീവും ചാർജ് ഉണ്ടാവും. ഇനി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് മാറ്റുന്നെന്ന് വിചാരിക്കാം. മാറ്റുകയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും പരസ്പരം ആകർഷിക്കും, ഇതുപോലെ അടുത്തടുത്ത് വരുന്നതായിരിക്കും. But when they are well separated,
then the charges are uniformly distributed on the spheres. അതിൻ്റെ കാരണം അറിയാം, ചാർജസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് പരസ്പരം ട്രിപ്പൽ ചെയ്യും, അതുപോലെ പോസിറ്റീവ് ചാർജുള്ള ചാർജുകളും പരസ്പരം ട്രിപ്പൽ ചെയ്യും. അങ്ങനെ ഈ രീതിയിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ചാർജിങ് എ മെറ്റൽ സ്ഫിയർ ബൈ ഇൻഡക്ഷനാണ്. ഒരു മെറ്റൽ സ്ഫിയറിനെ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജായിട്ട് മാറ്റും. അതിന് നെഗറ്റീവ് ചാർജുള്ള ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു ദണ്ട്, എബണൈറ്റ് റോഡാകാം, എബണൈറ്റ് റോഡ് റബ്ഡ് വിത്ത് ഫർ, അത് നെഗറ്റീവ് ചാർജുള്ളതായിരിക്കും. അത് ഇതിന് സമീപം കൊണ്ടുവരുമെന്ന് വിചാരിക്കുക. ദെൻ ദ ഇലക്ട്രോൺസ് ഓൺ ദ നിയർ പാർട്സ് വിൽ ബി റിപ്പൽഡ്. ഇവിടെയുള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്ത് അങ്ങേയറ്റത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജസ് ആയിട്ട് മാറും, ഇവിടെ നെഗറ്റീവ് ചാർജസുള്ള ഇലക്ട്രോൺസും വരും. ഈ അവസ്ഥയിൽ നമ്മൾ ഈ സ്ഫിയറിനെ എർത്ത് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്. അതിനാണ് എർത്തിങ് എന്ന് പറയുന്നത്, ഓർ ഗ്രൗണ്ടിങ് എന്ന് പറയും. ആ രീതി കണക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം എർത്ത് ഒരു കണ്ടക്ടറാണ്. അതുകൊണ്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് എർത്തിലേക്ക് ഫ്ലോ ചെയ്ത് പോകും ഗ്രൗണ്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഗ്രൗണ്ട് ചെയ്ത വയറിനെ കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ആകുമ്പോൾ ഈ ദണ്ട് ഇപ്പോഴും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സമീപമായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് നിൽക്കുക. ബട്ട് വെൻ ദ റോഡ് ഈസ് റിമൂവ്ഡ്, ദിസ് പോസിറ്റീവ് ചാർജ് വിൽ ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ സ്ഫിയർ. അപ്പം അങ്ങനെ ഒരു മെറ്റാലിക് സ്ഫിയറിനെ നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തു. ദിസ് ഈസ് ബൈ ഇൻഡക്ഷൻ. സോ ചാർജിങ് എ ബോഡി വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്, without any contact with it, or charging a body by bringing another charged body near it is called charging by induction. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂളംസ് ലോയുടെ മറ്റൊരു രൂപമാണ് വെക്റ്റർ ഫോം. നമ്മൾ നേരത്തെ പഠിച്ചാണ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ് ഈസ് given by 1/4πε0 ഇൻറ്റു Q1 Q2 by R². ആ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ് given by F is equal to 1/4πε0 ഇൻറ്റു Q1 Q2 divided by R². അതാണ് നമ്മൾ പഠിച്ചത്. ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ചാർജും പോസിറ്റീവാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ വാല്യൂ എഴുതുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജ് ആയാലും ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വൺ ഡയമെൻഷനായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ആ കേസിൽ. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മൾ ഈ തിയറം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പോസിറ്റീവ് ചാർജിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഹിയർ വി ഹാവ് ടു ചാർജസ് Q1 ആൻഡ് Q2. They are at position vectors R1 vector and R2 vector with respect to some origin O. ഈ ഒരു ഒറിജിനെ അപേക്ഷിച്ച് രണ്ടിൻ്റെയും വെക്റ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടേഴ്സ് R1 വെക്റ്റർ R2 വെക്റ്റർ ആണ്. Now the force on the charge Q2 due to the charge Q1 is denoted by F21 vector. It is given by 1/4πε0 into Q1 Q2 by R21 square into R21 cap. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, R21 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഓഫ് Q2 ഫ്രം Q1. R21 cap is direct from Q1 to Q2. It is in the direction of Q2 from Q1. And it is given by the relation R21 cap equals R2 vector minus R1 vector divided by modulus of R2 vector minus R1 vector, where R21 vector means R2 vector minus R1 vector. So unit vector R21 cap is the vector in the direction of R21 vector. Here the other vector is the force is given by F21 vector is equal to 1/4πε0 into Q1 Q2 by R21 square into R21 cap. So similarly we can find the force on the other charge Q1 due to the charge Q2. It can be written as F12 vector equals 1/4πε0 into Q1 Q2 by R12 square into R12 cap. In this case R21 cap
is equal and opposite to R12 cap, or it is R21 cap is equal to minus R12 cap. At the same time, R21 equals R12. The distance is the same. So, substituting this relation, these two relations in this equation, we can find that F21 vector equals minus F12 vector. That means the force acting on the charge Q2 due to the charge Q1 is equal and opposite to the force acting on Q1 due to the charge Q2. That means Coulomb forces are the action and reaction forces, and they obey Newton's third law. Now we are going to find the intensity of electric field. We are going to find the intensity of electric field at a point in space. You know that when there is an electric charge, then there will be an electric field around it. Electric field is the space or region of space in which an electric charge placed at any point experiences an electric force. അത്തരം ഒരു ഫീൽഡിൽ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുന്നു. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ പോയിൻറ്റ്. നമ്മൾ സ്പേസിൽ ഈ പോയിൻറ്റിൽ പി എന്നൊരു പോയിൻ്റാണെന്ന് വിചാരിക്കുക. ആ പോയിൻറ്റിൽ നമ്മൾ ക്യൂ എന്ന ചാർജ് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ആ ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക. So the force experienced by unit charge is given by E is equal to F by Q. It is known as the field. Intensity of electric field at the point is defined as the force experienced by unit positive charge placed at the point. F എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ് Q. ടോട്ടൽ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ് Q. Therefore the intensity of electric field is equal to F by Q. Now the unit of intensity of electric field will be എന്തായിരിക്കും യൂണിറ്റ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ബൈ ചാർജിൻ്റെ യൂണിറ്റ്. So the unit will be Newton by Coulomb. There is another unit for this electric field. It is volt per meter, which you will study later. പിന്നീട് ഇത് പഠിക്കുന്നതായിരിക്കും. വോൾട്ട് പെർ മീറ്റർ. രണ്ട് യൂണിറ്റ് ഉണ്ട്. For intensity of electric field there are two units. One is Newton per Coulomb and the other is volt per meter. The actual definition for intensity of electric field is that the intensity of electric field at a point is equal to the limit Q tends to 0 of F by Q. ഇത് വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ വെക്റ്റർ ഈക്വൽസ് എഫ് വെക്റ്റർ ബൈ ക്യൂ. ഇവിടെ ഈ ഭാഗത്ത് ഈ വെക്റ്റർ ഈക്വൽസ് ലിമിറ്റ് എഫ് വെക്റ്റർ ലിമിറ്റ് ക്യൂ ടെൻസ് 0 എഫ് വെക്റ്റർ ബൈ ക്യൂ. ദാറ്റ് മീൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിൻ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ലിമിറ്റ് ക്യൂ ടെൻസ് 0 എഫ് വെക്റ്റർ ബൈ ക്യൂ. That means it can be defined as the force per unit charge on a test charge Q when the value of the test charge approaches 0. E vector is equal to limit Q tends 0 of F vector by Q. Now we are going to find the intensity of electric field at a point due to a point charge. Here we consider a point charge Q, a very small charge Q. Then we consider a point here at a distance r from the charge. By definition, the intensity of electric field at this point is the force experienced by unit charge placed at the point. That means F is equal to 1 by 4 pi epsilon 0 into Coulomb's law apply ചെയ്യുമ്പോൾ Q1 means the first charge, Q2 means the unit charge which is to be placed there divided by r square. So this is the intensity. So F is denoted by E and it is given by 1 by 4 pi epsilon 0 into Q divided by r square. Intensity of electric field at the point.
ഡയറക്ഷൻ റൈറ്റിലേക്കായിരിക്കും. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ വെക്ടർ ഫോം ആസ് ഇ വെക്ടർ ഈക്വൽസ് 1/4πε0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ഒ പി എന്ന ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ആർ ക്യാപ്പ്. ആ ഡയറക്ഷനാണ് ഈ വെക്ടർ ആക്ട് ചെയ്യുന്നത്. സോ ഈ വെക്ടർ, so intensity of electric field at this point is given in vector form by E vector equals 1/4πε0 into q by r square into r cap.